നിങ്ങൾ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ ക്ലോക്ക് സെറ്റ് ചെയ്ത് വെക്കാറുണ്ടോ? എത്ര വീതം ക്ലോക്കുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും? 1, 2, 3, 4 ക്ലോക്കുകൾ വീതം നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതും 4 വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ടൈമും നമുക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നാട്ടിലായിരിക്കും, നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ ചിലപ്പോൾ ഗൾഫിലോ മറ്റോ ആയിരിക്കും. ഇവിടുത്തെ സമയമായിരിക്കില്ല അവിടുത്തെ സമയം. ഇപ്പോൾ അമേരിക്കയിലുള്ള സമയമായിരിക്കില്ല ലണ്ടനിലെ സമയം, അതുപോലെ തന്നെ ബഹ്റൈനിലെ സമയമായിരിക്കില്ല ഒമാനിലെ സമയം. എല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൂടെ നമ്മുടെ സമയവും അവരുടെ സമയം എത്രത്തോളം വ്യത്യാസമുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും സാധിക്കും. ചിലപ്പോൾ അവർ റെസ്റ്റ് ടൈമിലായിരിക്കും. എന്തിനാണ് ആ സമയത്ത് നമ്മൾ അവരെ കോൾ ചെയ്തും മറ്റുമൊക്കെ ബുദ്ധിമുട്ടാക്കുന്നത്? അപ്പോൾ ഇതിലൂടെ കൃത്യമായിട്ട് സമയം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാകുമല്ലോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ആപ്ലിക്കേഷൻ്റെ സഹായം ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിൻ്റെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അവിടെ വിഡ്ജറ്റ്സ് എന്ന ഈ ഒരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ക്ലോക്ക് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്ലോക്കുകൾ നിങ്ങൾക്ക് ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഹോം സ്ക്രീനിൽ വെക്കാം. ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ 4 ക്ലോക്ക് നമുക്ക് ഒറ്റയടിക്ക് ഹോം സ്ക്രീനിൽ വെക്കാം. അതും വ്യത്യസ്ത സമയം നമുക്ക് സെറ്റ് ചെയ്യാനും സാധിക്കും. ഇനി ഇതുപോലെ ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ക്ലോക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതും നമുക്ക് ഇവിടെ ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ 4 ക്ലോക്ക് ഇതെല്ലാം മൊബൈലിലും കാണില്ല. ഇല്ലാത്തവർക്ക് ഞാൻ മറ്റൊരു ഓപ്ഷനും കൂടി പറഞ്ഞുതരാം. ഇവിടെ 4 ക്ലോക്ക് എടുത്തിട്ട് ഞാൻ ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഒരു ക്ലോക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇത് നമുക്ക് ടച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാൻ സാധിക്കും. ഇവിടെ തന്നെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള കൺട്രി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അബുദാബി സെലക്ട് ചെയ്യാണ്. അബുദാബി സെലക്ട് ചെയ്ത ഉടനെ തന്നെ അബുദാബിയിലുള്ള ആ ഒരു ടൈം ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു സ്ഥലം ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ടൈമിൻ്റെ ക്ലോക്ക് ഇവിടെ വന്നു കഴിഞ്ഞു. വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു കൺട്രിയും കൂടി ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. കണ്ടോ, ഇവിടെ 4 സ്ഥലങ്ങളിലുള്ള ക്ലോക്കുകൾ അതിൻ്റെ ടൈമുകൾ ഇവിടെ ലഭ്യമാണ്. ഇനി അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ വീണ്ടും പ്ലസ് ഐക്കൺ ഇവിടെ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ക്ലോക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഡിസ്പ്ലേയിൽ 4 ക്ലോക്ക് മാത്രമേ കാണുകയുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ക്ലോക്ക് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. താഴെ കാണുന്ന ഡിലീറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാകും. വീണ്ടും ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. മറ്റൊരു കൺട്രി നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മറ്റൊരു കൺട്രി ഞാനിവിടെ സെലക്ട് ചെയ്തു, അതിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള കൺട്രി നമുക്ക് ചേഞ്ച് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു സംഭവം ഇല്ല എങ്കിൽ ഞാൻ 2 ക്ലോക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡുവൽ ക്ലോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ഇങ്ങനെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഡുവൽ ക്ലോക്കിൻ്റെ ഓപ്ഷൻ വരും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡുവൽ ക്ലോക്ക് ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഏത് കൺട്രിയാണ് വേണ്ടത് രണ്ടാമത്തെ ക്ലോക്കിൽ അവിടെ ടച്ച് ചെയ്തിട്ട് ഇഷ്ടമുള്ള കൺട്രി സെലക്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി കുവൈറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ മാറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. ഓക്കെ, ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള രണ്ടാമത്തെ ക്ലോക്കിൻ്റെ കൺട്രി സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഡിസ്പ്ലേ ഡുവൽ ക്ലോക്ക് ഓൺ എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ വേണോ അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനിൽ വേണോ ഏതാണ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബാക്ക് വരിക. വീണ്ടും ഒഴിഞ്ഞ ഭാഗത്ത് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് വിഡ്ജറ്റ്സ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ക്ലോക്ക് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിലുള്ള ഏതെങ്കിലും ഒരു ക്ലോക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഡിജിറ്റൽ ക്ലോക്കാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ക്ലോക്ക് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ്. ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ 2 ക്ലോക്കാണ് ഇവിടെ വരുന്നത്. ഒന്ന് നമ്മുടെ നാട്ടിലത്തെ സമയവും ഒന്ന് ഞാൻ സെലക്ട് ചെയ്ത കുവൈറ്റിലുള്ള സമയവും. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ 4 ക്ലോക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ 2 ക്ലോക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലൂടെ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഇവിടുന്ന് ഒഴിവാക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കാണിച്ചു തരാമെന്ന്. അതിനായിട്ട് നമുക്കിവിടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ഇങ്ങനെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരാം.
താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റം എന്ന ഈ ഒരു ഭാഗത്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിരവധി ക്ലോക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇവിടെ ഒരുപാട് ക്ലോക്കുകളുണ്ട്. ഏത് മോഡൽ ക്ലോക്കാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇവിടെ ഞാനിപ്പോൾ ഡിജിറ്റൽ ക്ലോക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ പല കളറുകളിൽ ക്ലോക്കുകൾ ലഭ്യമാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു ക്ലോക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും കാണിച്ചു തരാം. ഈ ഒരു ക്ലോക്ക് ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് ക്ലോക്ക് പല കളറിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നടുവിൽ കാണുന്ന ആ ഒരു കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ആഴ്ചയും അതുപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജും ആ കളർ ഇങ്ങനെ ചേഞ്ച് ആകുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. അപ്ലൈ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. എന്നിട്ട് നിങ്ങൾ മൊബൈൽ ഒന്ന് ലോക്ക് ചെയ്യുക. ഞാനിപ്പോൾ മൊബൈൽ ലോക്ക് ചെയ്തു. ഉടനെ തന്നെ കണ്ടോ, ലോക്ക് സ്ക്രീനിൽ നമുക്ക് ക്ലോക്ക് ലഭ്യമാണ്. ഇനി നമുക്ക് ലോക്ക് തുറക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഉടനെ തന്നെ ക്ലോക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് സമയം നോക്കാനൊക്കെ മൊബൈൽ തുറക്കേണ്ട ആവശ്യമില്ല. ലോക്ക് സ്ക്രീനിൽ തന്നെ ഇതുപോലെ മനോഹരമായിട്ടുള്ള ക്ലോക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മൊബൈലിലുള്ള ക്ലോക്കിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.